മുത്തേ, വിയറ്റ്നാമിനെ കുറിച്ചിട്ട് നിനക്ക് എന്താ അഭിപ്രായം? ആദ്യം വിയറ്റ്നാം എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വന്നത് മോഹൻലാലിന്റെ സിനിമയായ വിയറ്റ്നാം കോളനി മാത്രമാണ്. വിയറ്റ്നാം കോളനിയിലെ പോലെ ചേരി പ്രദേശങ്ങളായിരിക്കും ഏകദേശം ഇവിടെ ഉണ്ടാവുക. ആ ഒരു അന്തരീക്ഷവും ചുറ്റുപാടും ആയിരിക്കും, അങ്ങനത്തെ ഒരു ജനജീവിതമായിരിക്കും ഇവിടെ എന്നാണ് വിചാരിച്ചത്. അങ്ങനെ നമുക്ക് ആദ്യം വിയറ്റ്നാമിലേക്ക് പോകാനൊരു ചാൻസ് കിട്ടിയെന്നറിഞ്ഞപ്പം മനസ്സിലൊരു വലിയലായിരുന്നു, പോണോ വേണ്ടയോ എന്നുള്ളത്. കാരണം നാട്ടിൽ നിന്ന് 2 കൊല്ലത്തേക്ക് മാറി നിൽക്കണ്ടേ എന്നുള്ള ഒരു സങ്കടവും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ 2 വർഷത്തേക്ക് വിയറ്റ്നാമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു 5 ദിവസം ഇൻഫോ ട്രിപ്പ് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് വിയറ്റ്നാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാനും അവിടുത്തെ ഓഫീസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നവംബറിൽ ഇൻഫോ ട്രിപ്പിന് വേണ്ടി റെഡിയായി. വിസിങ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കമ്പനി എടുത്തു തന്നു. അതുകൊണ്ട് നമുക്ക് അതിലൊന്നും വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. മലേഷ്യൻ എയർലൈൻസിലായിരുന്നു ഞങ്ങൾ ആദ്യം വന്നത്. ബാംഗ്ലൂർ ടു കോലാലംപൂർ, കോലാലംപൂർ ടു വിയറ്റ്നാം, ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. കോലാലംപൂർ എത്തുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് നമ്മൾ സെക്കൻഡ് ഫ്ലൈറ്റ് കയറി വിയറ്റ്നാമിലെത്തിയപ്പം നമുക്ക് ആരോടൊന്നും ചോദിക്കാനും പറയാനും പറ്റുന്നില്ല. കാരണം ഇവിടുത്തെ ലാംഗ്വേജ് വിയറ്റ്നാമീസ് ആണ്. നമ്മ പറയുന്നതൊന്നും ആർക്കൊന്നും മനസ്സിലാവുന്നുമില്ല, അവർ പറഞ്ഞാൽ നമുക്കും മനസ്സിലാവില്ല. പക്ഷേ ഇൻഫോ ട്രിപ്പിനായിട്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് മനസ്സിലായി നമ്മൾ താമസിക്കുന്ന ഹോച്ചിമിൻ സിറ്റി അങ്ങനെ ഒരു പ്രദേശമല്ല എന്നുള്ളത്. ഒരു സിറ്റി ലൈഫ് തന്നെയാണ്, വലിയ വലിയ ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളും ഒക്കെയാണ് ഉള്ളത്. വിയറ്റ്നാമിലെ ആൾക്കാർ പൊതുവേ നല്ലവരാണ്. ഇപ്പം നമ്മൾ ഇത്രയും കണ്ടതിൽ വെച്ചിട്ട് അവർ നമുക്ക് എന്ത് സഹായവും ചെയ്തു തരും. നമുക്ക് എന്തെങ്കിലും അറിയാത്ത ഭാഗത്തിൽ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ വന്ന് നമ്മളോട് ഹെൽപ്പ് വേണമെന്ന് ചോദിക്കും. പണത്തിന് ഏറ്റവും മൂല്യം കുറഞ്ഞ ഒരു രാജ്യമാണ് വിയറ്റ്നാം. അതായത് ഇന്ത്യയിൽ 1 രൂപക്ക് തുല്യമാണ് ഇവിടുത്തെ 333 VND. ഇവിടെ ഏറ്റവും കുറഞ്ഞത് 1000 VND, പിന്നെ 2000, 5000, 10000, 20000, 50000, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം VND. അങ്ങനെയാണ് ഇവിടുത്തെ കറൻസി. നമ്മൾ ആദ്യം വന്ന സമയത്ത് നമുക്ക് ഈ ലക്ഷം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരിതായിരുന്നു. ഇപ്പോൾ പൈസ കൊടുത്താൽ അത് കറക്റ്റാണോ അല്ലെങ്കിൽ എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ. കാരണം ഈ പൂജ്യങ്ങൾ കറക്റ്റാണോ അല്ലെങ്കിൽ അങ്ങനെ എണ്ണി നോക്കിക്കൊണ്ടിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ആദ്യം വന്നപ്പം. വിയറ്റ്നാമിൽ വന്നാൽ നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ഫുഡ് കഴിക്കാൻ പറ്റുമോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അരി കിട്ടുമോ, തേങ്ങ കിട്ടുമോ, സാധനങ്ങൾ കിട്ടുമോ, അങ്ങനത്തെ കുറേയധികം ടെൻഷനുകളും ചിന്തകളും ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇൻഫോ ട്രിപ്പിൻ്റെ സമയത്ത് ഞങ്ങൾ മാളുകളും സൂപ്പർ മാർക്കറ്റുകളും അതേപോലെ ഇന്ത്യൻ ഗ്രോസറിയും അങ്ങനെ എല്ലാം ഒന്ന് ജസ്റ്റ് കണ്ട് അവിടെ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ടോ കാര്യങ്ങളിൽ അന്വേഷിച്ചു. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. ആ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന് നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചു.